തുടക്കത്തിൽ നമുക്ക് ഒരു നിമിഷം ഒരു മൗനപ്രാർത്ഥന വേണം. എല്ലാവരും ഒന്ന് വെച്ചാൽ ബഹുമാന്യരെ, ജോബ് ഡേ ഫൗണ്ടേഷൻ്റെ അവാർഡ് ദാനം ചടങ്ങ് നടക്കുകയാണ്. ഷീല ടീച്ചറിൻ്റെ അനുസ്മരണ യോഗം കൂടിയാണ് ഇത്. ഒരു ദശാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഷീല ടീച്ചറുടെ ഓർമ്മ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന പ്രസ്ഥാനം, ഞാൻ കൂടുതൽ പറയാൻ പറ്റത്തില്ല, കാര്യം തമ്പാൻ സാറിന് അത്യാവശ്യമായിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു പോകാം. എനിക്കറിയാവുന്ന ഭാരത് സേവക് സമാജ് കഴിഞ്ഞ ഒരു 3 ദശാബ്ദത്തിനിടയ്ക്ക് ഇവിടെ ആരംഭിക്കപ്പെട്ട എന്തെല്ലാം പദ്ധതികൾ, അത് ഈ സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന മാറ്റം എന്താണ് എന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. 1967 PN നമ്പൂതിരി സാറ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഡേ കെയർ ശിശുലക്ഷ്മി ആരംഭിക്കപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവം, പിന്നീട് അംഗൻവാടികളും അതിനപ്പുറം പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ശക്തമായ മേഖലയായി ഇന്ത്യയാകെ പടർന്ന് പന്തലിക്കപ്പെട്ട ഒരു സംവിധാനം. ചെറുപ്രായത്തിലേ തന്നെ കുട്ടികളെ നേർവഴിയിലേക്ക് നടത്താൻ വേണ്ടി അവരെ അക്ഷരത്തോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ജ്ഞാനം കൂടി പഠിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന ആ ശിശുലക്ഷ്മി കോഴ്സുകൾ, അതിനെ ചുവടുപിടിച്ച് സർക്കാർ തന്നെ പല പല മേഖലകളിലേക്ക് പിന്നീട് ഓരോ ദശാബ്ദം കഴിഞ്ഞപ്പോൾ തുടങ്ങപ്പെട്ടത്. അതുപോലെ ഷീല ടീച്ചർ മുഖ്യമായി നേതൃത്വം കൊടുത്തിരുന്ന ബ്യൂട്ടീഷ്യൻ കോഴ്സിനെ പറ്റിയുള്ളത്, അതിൻ്റെ തുടക്കം രസാവഹമായിരുന്നു. നടി മേനകയൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ആ സമയത്ത് ഇവിടെ പഠിക്കാൻ വന്ന കുട്ടികളിലേറെയും ഒരു പൊങ്ങച്ച കോഴ്സ് എന്നുള്ള നിലയിൽ നിന്നാണ് വന്നിരുന്നത്. ആവശ്യത്തിലേറെ മേക്കപ്പൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു പ്രത്യേക വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ആ സംവിധാനം ഏറ്റവും താഴേത്തട്ടിലേക്ക് വരെ ഇറക്കി എല്ലാവർക്കും തന്നെ വരുമാനം വരുന്ന ഏത് പെൺകുട്ടികൾക്കും ജോലി ചെയ്തില്ലെങ്കിലും പഠിച്ചിരിക്കേണ്ടുന്ന ഒരു തൊഴിലാക്കി മാറ്റിയതിൻ്റെ ക്രെഡിറ്റ് വാസ്തവത്തിൽ ഭാരത് സേവക് സമാജിനാണ്. ഇത് ഞാൻ സൂചിപ്പിക്കാൻ കാര്യം, എൻ്റെ വൈഫിൻ്റെ സഹോദരൻ്റെ മകളുടെ കല്യാണമാണ് ഞായറാഴ്ച. അപ്പം ആ മകളുടെ കല്യാണം ഒരുക്കാൻ വേണ്ടി ഒരു ബ്യൂട്ടീഷ്യൻ, അതായത് ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടിയാണ്, ഇതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. 10,000 ഗുണിതമാണ് ആ കുട്ടി വാങ്ങിക്കുന്നത്. അഭിമാനം തോന്നി. ആയിരക്കണക്കിന് കുട്ടികളാണ്, ആയിരക്കണക്കിന് പേരാണ് ഇതുമായിട്ട് ഫാഷൻ ടെക്നോളജി ആയാലും ഈ ബ്യൂട്ടി പാർലർ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞവരായാലും ഒക്കെ നിൽക്കുന്നത്. ഇതുപോലെ 100 കണക്കിന് സംരംഭങ്ങൾ, 4 പേര് ചേർന്നുള്ള സംരംഭക ഗ്രൂപ്പുകൾ, 200ഓളം പഞ്ചായത്തുകളിൽ BSS ചെയ്യാൻ കഴിഞ്ഞു. കേരളത്തിൻ്റെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അനവധി എണ്ണിയാലൊടുങ്ങാത്ത എന്തെല്ലാം പദ്ധതികൾ ഈ സമൂഹത്തിൻ്റെ അടിത്തട്ട് മുതൽ മുകൾത്തട്ട് വരെ ഉണ്ടാക്കപ്പെട്ട ഒരു ചലനം, ഭാരത് സേവക് സമാജിലൂടെ ഉണ്ടാകപ്പെട്ട ചലനത്തെപ്പറ്റി ആഴത്തിലുള്ള ഒരു ചർച്ച ഇതുവരെയും നടന്നു കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിച്ചതാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്, എൻ്റെ സ്വാഗത കാര്യത്തിലേക്ക് മാത്രം വരുന്നു. നമ്മുടെ ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷനായിരിക്കുന്നത് തമ്പാൻ സാറാണ്. ഞാൻ BSSൻ്റെ ഈ പ്രവർത്തനങ്ങളുടെ ഇതിനെപ്പറ്റി ഏറെ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ
മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗദ്യ സാഹിത്യകാരന്മാരിൽ പ്രഥമഗണനീയനാണ് വാസ്തവത്തിൽ തമ്പാൻ സാറ്. എന്തുകൊണ്ടും അതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരേക്കുള്ള മലയാള സാഹിത്യത്തിലെ ഗദ്യ സാഹിത്യകാരന്മാരെ എടുത്താൽ എണ്ണം പറയാവുന്നവരിൽ ഒരാളും കൂടിയാണ് തമ്പാൻ സാറ്. ആ തമ്പാൻ സാർ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ഭാഗം കൂടിയാണ്. അദ്ദേഹത്തെ അധ്യക്ഷനായി കിട്ടിയതിലുള്ള സന്തോഷത്തോടുകൂടി തന്നെ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പദ്ധതി ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിക്കുന്നത് ഹസൻ സാറാണ്. മുഖവുര ആവശ്യമില്ലാത്ത വ്യക്തിയാണ് ഇന്ന് സമൂഹത്തിൽ. വാസ്തവത്തിൽ നാളെ മുഖവുര ആവശ്യമായി വരും. ഇന്ന് ഒരുപാട് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന 3 പേരും ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല ഭാഷണം കൊണ്ട് നല്ല വർത്തമാനം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടവരാണ്, ജീവിത മൂല്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടവരാണ്. രാഷ്ട്രീയത്തിൽ അന്യം നിന്നു പോകുന്ന ഭാഷാ സംസ്കാരം, നമ്മുടെ തനതായ ഭാരതീയ സംസ്കാരം, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മഹാത്മാജിയിലൂടെ ഈ അടിത്തട്ട് മുതൽ ഇന്ത്യയാകെ ഉണർത്തിയെടുത്തത് ഈ സംസ്കാരത്തിൻ്റെ വിതരണമായിരുന്നു. സംസ്കാരത്തെ ബോധിപ്പിച്ചുകൊണ്ട്, ഉദ്ദീപിപ്പിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും നല്ല പ്രയോക്താക്കളിൽ ഏറ്റവും നമുക്ക് കാണിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് ഹസൻ സാർ. പുതിയ തലമുറകൾ കണ്ടുപഠിക്കേണ്ടുന്ന വ്യക്തിത്വമാണ് ഹസൻ സാർ. എന്നും ഈ ഭാരത് സേവ സമാജിൻ്റെ എല്ലാ പദ്ധതികളുടെയും ഭാഗമാണ്. ഏറ്റവും നല്ല ഞങ്ങളുടെ ശക്തിയും കൂടിയാണ്. അദ്ദേഹത്തെ ഉദ്ഘാടകനായി കിട്ടിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. അതുപോലെ ഇന്ന് നമ്മുടെ അവാർഡ് വാങ്ങിക്കാനിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ ഉഷാ വാര്യരാണ്. ടീച്ചറാണ്. ഒരു ടീച്ചറിൻ്റെ പേരിൽ കൊടുക്കുന്ന അവാർഡ് വാങ്ങിക്കുന്നത് ഒരു ടീച്ചറാണ്. ഇതിനൊരു പ്രത്യേക കാരണം, ഞങ്ങളിവിടെ ഭാരത് സമാജ് ഗുരുക്കന്മാരെ വന്ദിക്കുന്നതായ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട കൊള്ളാവുന്ന ഏറ്റവും നല്ല സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന, ശക്തമായി നിൽക്കുന്ന അധ്യാപികമാർക്ക് ഏറെ ഭാരത് സേവക് അവാർഡുകൾ നൽകുന്നുണ്ട്. എന്തിനാണത് കൊടുക്കുന്നത്? അധ്യാപകരെ കണ്ടാൽ വെട്ടിയെറിഞ്ഞ് പെട്ടിക്കകത്താക്കണമെന്ന് പ്രസംഗിക്കുന്ന, സംസാരിക്കുന്ന വിദ്യാഭ്യാസികളുള്ള ഒരു നാട്ടിൽ ആ വിദ്യാഭ്യാസികളുടെ അഭ്യാസത്തെ ശരിയെന്ന് പറയുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന മാഷന്മാരുള്ളൊരു നാട്ടിൽ ഇനിയെങ്കിലും ടീച്ചർമാരെ, അധ്യാപകരെ വേണ്ടും വണ്ണം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ സമൂഹത്തോട് കാണിക്കുന്ന പാതകമായിരിക്കുമെന്നും കൂടിയാണ് ഞങ്ങളുടെ വിശ്വാസം. മാതാവും പിതാവും കഴിഞ്ഞാൽ ഗുരുവിനെ ഏറ്റവും വലുതായിട്ട് ആദരിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അത് പിള്ളേരെയല്ല ബോധിപ്പിക്കേണ്ടത്, എനിക്ക് തോന്നുന്നു മൂത്ത ആളുകളെയാണ് അത് ബോധിപ്പിക്കേണ്ടതെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ മുതിർന്ന ആളുകൾ. ഉഷാ വാര്യരെ സംബന്ധിച്ച് നല്ല പ്രഭാഷകയാണ്, നല്ല അധ്യാപികയാണ്, നല്ല എഴുത്തുകാരിയാണ്. സർവതോമുഖമായ എല്ലാ വിഭാഗങ്ങളിലും സർവതോമുഖമായ പ്രതിഭ എന്ന് തീർത്തും പറയാവുന്ന ഉഷാ വാര്യർ. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഡോക്ടർ ഉഷാ വാര്യർക്ക്, പ്രൊഫസർക്ക് ടീച്ചറുടെ പേരിലുള്ള, ഷീല ടീച്ചറുടെ പേരിലുള്ള സമ്മാനം കൊടുക്കുന്ന, ഈ അവാർഡ് കൊടുക്കുന്നതിലുള്ള സന്തോഷം ഹൃദയം നിറഞ്ഞു തന്നെ കൊണ്ട് അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിലിരിക്കുന്ന, എൻ്റെ മുന്നിലിരിക്കുന്നവർ ഏറെയും പ്രഗത്ഭരാണെന്ന് എനിക്കറിയാം. ഓരോരുത്തരെയായിട്ട് പറയാൻ ശ്രമിച്ചാൽ അത് ബുദ്ധിമുട്ടായി വരും. എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം ഞാൻ പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ ഈ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയായ ജയുണ്ട്,
മഞ്ജുണ്ട്, ട്രഷററുണ്ട്. അതുപോലെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി സമ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനായ ശ്രീ എം ഹസൻ, പ്രൊഫസർ ജി ബാലേന്ദ്രൻ, ഈ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളായ ജയ, ഗോപൻ, മഞ്ജു, ഈ വർഷത്തെ പുരസ്കാര ജേതാവായ ശ്രീമതി ഉഷ രാജാവാര്യർ, ബഹുമാന്യ സുഹൃത്തുക്കളെ, ഒരുറ്റ ബന്ധുവിൻ്റെ ചരമാനന്തരമുള്ള ശ്രാദ്ധ ചടങ്ങിൽ പങ്കെടുക്കുന്ന ധന്യതയോടെയാണ് ഞാനും നിങ്ങളുമൊക്കെ എല്ലാ ജനുവരി 17-നും ഈ ഹാളിൽ ഒത്തുചേരുന്നത്. ജീവിതത്തിലെ ശാശ്വത സത്യം ഒന്നേ ഉള്ളൂ, അത് മരണമാണ്. മരണത്തെക്കുറിച്ച് വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥം ഈയിടെ പ്രകാശനം ചെയ്യുകയുണ്ടായി. വെങ്കി രാമകൃഷ്ണൻ്റെ വൈ വി ഡൈ, എന്തുകൊണ്ട് നമ്മൾ മരിക്കണം, നമ്മൾ എന്തിന് മരിക്കണം. അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരാംശം ഇതാണ്: നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് കോശമാണ്. ഈ കോശങ്ങൾ വളർന്ന് അത് പ്രവർത്തനക്ഷമമായി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്പന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പൂർണ്ണമായി സ്പന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലുമാണ് ഇത് ഐക്യത്തോടുകൂടി ഈ കോശങ്ങളെല്ലാം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു 50-60 കഴിഞ്ഞാൽ ഈ കോശങ്ങൾ ഓരോന്നും ക്ഷയിച്ചുകൊണ്ടിരിക്കും, ചിലത് മരിച്ചുകൊണ്ടിരിക്കും. അതാണ് വാർദ്ധക്യ സഹജമായ രോഗങ്ങളായി മാറുന്നത്. ഈ വാർദ്ധക്യം നിശ്ചയിക്കുന്നത് മനസ്സാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ മനസ്സാണെങ്കിലും മനസ്സ് പറയുന്നിടത്ത് ശരീരം ചെല്ലാത്ത സ്ഥിതിയാണ് വാർദ്ധക്യത്തിലുണ്ടാകുന്നത്. അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ കോശങ്ങളുടെ എല്ലാ പ്രവർത്തനവും പൂർണ്ണമായി സ്തംഭിക്കും. അതാണ് മരണമെന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഈ കോശങ്ങളെ ഒരു രീതിയിൽ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ശീലങ്ങളെക്കുറിച്ചും ഹിതകരവും മിതവുമായിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ചും ജീവിതശൈലിയെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചുമൊക്കെ പിന്നെ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് ദാർശനിക തലങ്ങളിലെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. മരണത്തെക്കുറിച്ച് ഷെല്ലി എന്ന ആംഗലേയ കവി പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മരിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ സുഹൃത്ത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് മായയാണ്, ഒരു നാടകമാണ്. ആരോ എഴുതിയ തിരക്കഥയനുസരിച്ച് നമ്മളൊക്കെ അഭിനയിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ഒരു മായയാണെന്നും ഈ ഉറക്കത്തിൽ നിന്നുള്ള ഉണർവാണ് മരണമെന്നുമാണ് ഷെല്ലി പറഞ്ഞിരിക്കുന്നത്. മഹാകവി കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, വീണപൂവ് കൽപ്പദ്രുമശാഖയിൽ പുനർജനിക്കുമെന്ന്. പുനർജനത്തെക്കുറിച്ച് എല്ലാ മതങ്ങളും പുനർജനം ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മരണത്തിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. മരണശേഷവും ജീവിക്കുന്ന ചിലരുണ്ട്. ജീവിതകാലത്ത് ചെയ്ത നല്ല കർമ്മങ്ങളുടെ പേരിൽ, ജീവിതകാലത്ത് എഴുതിയ നല്ല ഗ്രന്ഥങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ മരണശേഷം അവരെക്കുറിച്ച് നല്ല വാക്കുകൾ മറ്റുള്ളവർ എഴുതുന്നതിൻ്റെ പേരിൽ ഷീല ഏതാണ്ട് ഇതെല്ലാമാണ്. ഷീല ചെയ്ത ഏറ്റവും നല്ല കാര്യം ഇവിടെ ഗോപൻ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ രൂക്ഷപ്രശ്നം. അതിന് പരിഹാരമായി തൊഴിൽ സജ്ജരാക്കാൻ ഒരു നല്ലൊരു വിഭാഗം 20 ലക്ഷത്തോളം യുവതികളെ തൊഴിൽ സജ്ജരാക്കാൻ, അതിനനുയോജ്യമായ കോഴ്സുകൾ പഠിപ്പിക്കാൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. ഗാന്ധിജിയുടെ വാർത്താ സമ്മേളനത്തിൽ സ്വാതന്ത്ര്യാനന്തര വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമായിരിക്കണം. പക്ഷേ അത് ITഐയും മറ്റുമൊക്കെ തുടങ്ങിയെങ്കിലും സൂചി, നൂൽനൂൽപ്പും ക്രാഫ്റ്റിങ്ങും ഒക്കെയായി അത് ഒതുങ്ങി. കാലാനുസൃതമായ പരിഷ്കാരം അതിൽ വരുത്തിയില്ല. അതുകൊണ്ട് ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചില്ല. ഇവിടെ ഗാന്ധിജിയുടെ സ്വപ്നം പൂവണിയുന്നു. BSSൽ ഷീലയുടെ നേതൃത്വത്തിൽ നൂൽനൂൽപ്പും ക്രാഫ്റ്റിങ്ങും എല്ലാം ഇട്ട് പ്ലംബിങ്ങും ബ്യൂട്ടീഷ്യൻ കോഴ്സും കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള പുതിയ കോഴ്സുകൾ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായി എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മാറ്റം ഷീല ഉൾക്കൊണ്ടതുപോലെ ഇന്നും BSS ഉൾക്കൊള്ളുന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ 70-ാം സമ്മേളനം, BSSൻ്റെ 70-ാം സമ്മേളനം ഡൽഹിയിൽ 1 വർഷം മുമ്പ് നടന്നു.
കഴിഞ്ഞ വർഷം 71ാം സമ്മേളനം മദ്രാസിൽ നടന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും അതിൽ പങ്കെടുത്താണ്. പ്രത്യേകിച്ച് MM അവസരം ഡൽഹിയിലെ സമ്മേളനത്തിൽ പങ്കെടുത്തുണ്ട്. അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു തൊഴിൽ രംഗത്തെ മാറ്റത്തിൻ്റെ ആ കാറ്റ് BSS ഏറ്റിരിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. കാരണം ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് BA MA ഡിഗ്രി പാസ്സാകുന്നതൊന്നുമല്ല. സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ പാസ്സാകുന്നവർക്ക് മാത്രമേ ഇനി നിലനിൽപ്പുള്ളൂ ഉദ്യോഗങ്ങൾ. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അറിവ് നേടുക എന്നതിനോടൊപ്പം തന്നെ ഉപജീവനത്തിനൊരു ഉപാധി കണ്ടെത്തുക എന്നുള്ളതും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം ഇന്നിനി സാക്ഷാത്കരിക്കണമെങ്കിൽ മക്കളെയും കൊച്ചുമക്കളെയും BAയ്ക്കോ MAയ്ക്കോ അയച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനോടൊപ്പം അവർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ കൂടി അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ സർക്കാരുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് NEP 2020 ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനൊക്കെ ചില പ്രാധാന്യം നൽകിയിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിൻ്റെ പോപ്പുലേഷൻ ഫ്രണ്ടിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, ഒരു സർവേ ഉണ്ടായിരുന്നു. ആ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ജപ്പാനിൽ അവിടെ ഒന്നും ചെറുപ്പക്കാരില്ല, 20% താഴെയാണ്. ഇവിടെ ഇന്ത്യയിൽ 65% ചെറുപ്പക്കാരാണ്. അവിടെ അനന്തമായ ജോലി സാധ്യതകളുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ പാസ്സാകണം. അത് പാസ്സാകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വിദേശത്തെ തൊഴിൽ സാധ്യതകളുണ്ടെന്ന് പഠിക്കണം. ആ തൊഴിൽ സാധ്യതകൾ പഠിപ്പിച്ചിട്ട് അതിനനുയോജ്യമായ കോഴ്സുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കണം. അതൊക്കെ ചെയ്യേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിനും പറ്റുകയാണ്. അവരാ കടമ ചെയ്യുന്നില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ സർവകലാശാലകളിൽ പകുതി സീറ്റും ഇന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ മാത്സിനും ഫിസിക്സിനും കോമേഴ്സിനും ഒക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇന്ന് അവിടെയൊക്കെ ആ സീറ്റെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ കുട്ടികൾ, പേരക്കുട്ടികൾ ഇന്ന് പോകുന്ന വിദേശത്താണ് പഠിക്കാൻ. പണ്ട് ജോലിക്കായിരുന്നു പോകുന്നത്, ഇപ്പം പഠിക്കാൻ പോകുന്നത് പോലും അവിടെയാണ്. കാരണം അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല. സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മക്കളെ എങ്ങനെ വിദേശത്തൊക്കെ അയച്ച് പഠിപ്പിക്കാനുള്ള ഒരു സ്ഥിതിയും വരും. പക്ഷേ സർക്കാർ ചെയ്യേണ്ട ഈ കടമ, സർവകലാശാല ചെയ്യേണ്ട ഈ കടമ BSS ഏറ്റെടുത്തിരിക്കുന്നു എന്ന് 70-ൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള നിരവധി കോഴ്സുകൾ ആരംഭിച്ചുകൊണ്ട് അതിന് ആ സമ്മേളനത്തിൽ തന്നെ ഗവൺമെൻറ് സെക്രട്ടറി എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചത് ഞാൻ ഈ അവസരത്തിലൊക്കെയാണ്. അതുപോലെ തന്നെ മദ്രാസ് സമ്മേളനത്തിൽ പോയപ്പം സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ കാലാനുസൃതമായി ഉൾക്കൊണ്ട് തുടങ്ങി എന്നതിനതീതമായി മദ്രാസിൽ പോയപ്പോഴും ഞാൻ ഒരു പ്രത്യേകത സൃഷ്ടിച്ചു. അവിടെ സ്കിൽ ടവേഴ്സ് എന്ന് പറഞ്ഞൊരു കെട്ടിടത്തിലായിരുന്നു ഞങ്ങൾ മീറ്റിങ്ങിന് അവിടെ പോയത്. അതൊരു ബഹുനില കെട്ടിടമാണ്, പുതിയ കെട്ടിടമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അത് BSSൻ്റെ സ്വന്തമാണ്. അപ്പം ഞാൻ ബാലേന്ദ്രനോട് ചോദിച്ചു, ഈ സ്കിൽ ടവേഴ്സ് എന്ന് ഇടുന്നതിന് പകരം BSS ടവേഴ്സ് എന്ന് ഇടുന്നതല്ലായിരുന്നു നല്ലത്. അത് BSSന് വേറൊരു ടവർ വേറെ ഉണ്ടെന്നു. അപ്പം ഞങ്ങളെല്ലാം അവിടെയും കൊണ്ടുപോയി. അതും കണ്ടപ്പോൾ അതും ഒരു ബഹുനില കെട്ടിടം. അതും കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, BSSൻ്റെ ആസ്തി ഇവിടെ കൊണ്ട് നിന്നോ അതോ ഇനിയും ഉണ്ടോ? അല്ലെ, ഇനിയും ഒരു കെട്ടിടം കൂടിയുണ്ട്, അതുകൂടെ കാണാൻ പോകാമെന്ന്. പരിശീലകർക്ക് വരുന്നതിനുള്ള താമസിക്കുന്നതിനുള്ള ഒരു ബഹുനില കെട്ടിടം അവിടെയും താമസിച്ചു. ഇതേ കണക്ക് കെട്ടിടങ്ങൾ ഡൽഹിയിലും ഞാൻ കണ്ടിട്ടുണ്ട്, മഹാരാഷ്ട്രയിലും ഉണ്ട്. ഞാൻ അന്നേരം ബാലേന്ദ്രനോട് ചോദിച്ചു, നമ്മൾ ഈ പത്രാസും ഈ കെട്ടിടമൊക്കെ മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ബോംബെയിൽ മദ്രാസിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? നമ്മുടെ നാട്ടിൽ ഇതുണ്ടാക്കുന്നതല്ലേ നമുക്കൊരു വിലയുള്ളത്. ബാലേന്ദ്രൻ ഇരിക്കുന്ന മുറി നിങ്ങൾക്കറിയാം, ഒരു കുടുസ് മുറി. ബാലേന്ദ്രൻ്റെ കസേരയും സന്ദർശകരുടെ കസേരയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഒരു കാര്യമായ വായുപ്രവാഹമുള്ള ജനലും അതിലില്ല. എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം ആ മുറിയിലിരിക്കണം. കാരണം ഗാന്ധിജിയുടെ ലാളിത്യത്തിൻ്റെ ഒരു തത്വം അതിൻ്റെ പിന്നിലുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇവിടെ ഇതൊക്കെ തുടങ്ങിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചോടനെ അസൂയാലുക്കളെ സൃഷ്ടിച്ച് എനിക്ക് ശത്രുക്കളെ സൃഷ്ടിക്കണമെന്നും സാറിന് എന്താ ഇത്ര വലിയ ആഗ്രഹം? ശരിയാണ്, ഇവിടെ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഞണ്ടിൻ്റെ സംസ്കാരമാണ്. ഈ ഞണ്ടിനൊരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും ഒരു ഞണ്ട് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ ബാക്കിയുള്ള ഞണ്ടുകളെല്ലാം കൂടെ ചേർന്ന് അതിനെ പിടിച്ച് താഴെ ഇട്ടിരിക്കും. അപ്പോൾ ആ സംസ്കാരമുള്ളിടത്ത് ഞാനിതിവിടെ പറയുന്നത് BSSൻ്റെ കാലാനുസൃതമായി വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഇന്നിവിടെ കാണുന്ന ഇതിനേക്കാൾ ഒരു മഹാപ്രസ്ഥാനമായി വളർത്താൻ കഴിഞ്ഞിരിക്കുന്നു. അതിന് തുടക്കം കുറിച്ചത് 20 ലക്ഷം യുവാക്കളെ യുവതികളെ പരിശീലനം നൽകുന്നതിന് മുൻകൈ എടുത്തത് ബാലേന്ദ്രനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചത് ഷീലയാണ്. ഷീലയുടെ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ, മരിക്കാത്ത ഓർമ്മയ്ക്ക് മുമ്പിൽ നിങ്ങളോടൊപ്പം ഞാനും സ്നേഹാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട ഹസൻ സാർ, പ്രൊഫസർ G. ബാലേന്ദ്രൻ സാർ, ഡോക്ടർ ഉഷ രാജ വാര്യർ, ഗോപൻ സാർ, മഞ്ജു,
ഇവിടെ കൂടിയിരിക്കുന്ന സഹപ്രവർത്തകരെ, ബന്ധുമിത്രാദികളെ, ഇന്ന് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ പ്രൊഫസർ ജി ബാലേന്ദ്രൻ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമുക്കറിയാം സാമൂഹിക സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ഭാരത സമാജിൻ്റെ സ്വന്തം ബാലേന്ദ്രൻ സാർ തന്നെയാണ് നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ഏത് പ്രവർത്തനത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ബാലേന്ദ്രൻ സാറിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജോബ് ഡേ ഫൗണ്ടേഷൻ്റെ 15ാം വാർഷികമാണ്. അതായത് ഷീല ടീച്ചർ മരിച്ചിട്ട് 15 വർഷം പൂർത്തിയാകാണ്. 2010 ജനുവരി 17 ഷീല ടീച്ചർ നമ്മളെ വിട്ടുപിരിഞ്ഞത്, അവിചാരിതമായി വിട്ടുപിരിഞ്ഞത്. അന്ന് നമുക്കറിയാം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കൂട്ടായ ഷീല ടീച്ചറിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ BSSൻ്റെ പ്രവർത്തകരും ബന്ധുമിത്രാദികളും എല്ലാം കൂടെ ചേർന്ന് കൂട്ടായിട്ടെടുത്ത തീരുമാനമാണ് ജോബ് ഡേ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കി അത് ഷീല ടീച്ചറിൻ്റെ ഓർമ്മ അനശ്വരമാക്കണം എന്നുള്ളത്. അങ്ങനെ അന്ന് രൂപീകൃതമായ ഷീല ടീച്ചറിൻ്റെ മരണത്തിന് ശേഷം ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ രൂപീകൃതമായ ഫൗണ്ടേഷനാണ് ജോബ് ഡേ ഫൗണ്ടേഷൻ. ജോബ് ഡേ ഫൗണ്ടേഷൻ എന്ന് പേരിടാൻ തന്നെ കാരണം ഷീല ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലറിവിനും തൊഴിൽ പരിശീലനത്തിനും ഒരു വ്യക്തി പോലും തൊഴിലില്ലാത്തവരായി ലോകത്തിൽ ഉണ്ടാവരുത് എന്നൊരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജോബ് ഡേ ഫൗണ്ടേഷൻ എന്നീ പ്രസ്ഥാനത്തിന് പേരിടാൻ തന്നെ കാരണം. അതിനുശേഷം എല്ലാ വർഷവും ഷീല ടീച്ചറിൻ്റെ ഓർമ്മ ദിവസം നമ്മളിവിടെ കൂടുകയും സമൂഹത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ എന്ന് പറയുന്നത് തൊഴിൽപരമായോ അല്ലെങ്കിൽ സ്വയം സംരംഭകരായോ അതുപോലെ തന്നെ സാഹിത്യപരമായോ സാംസ്കാരികപരമായോ സമൂഹത്തിൽ ഔന്നത്യം കാണിക്കുന്ന വ്യക്തികളെ, പ്രത്യേകം അത് സ്ത്രീകളെ മാത്രം കണ്ടുപിടിച്ച് അവർക്കൊരു ഫൗണ്ടേഷൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ളത് എല്ലാ ജോബ് ഡേ ദിനത്തിലും നമ്മൾ നടത്തി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊണ്ട ഷീല ടീച്ചറിൻ്റെ ഓർമ്മ സ്ത്രീകൾ കൂടെ തന്നെ മുമ്പോട്ട് പോകട്ടെ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം ധാരാളം പേര് ഇപ്പോൾ ഈ രംഗത്തുണ്ട്. നമ്മുടെ തൊഴിൽ മേഖലയിലായാലും നമ്മൾ തന്നെ കൈപിടിച്ച് ഉയർത്തിവിട്ട ധാരാളം വ്യക്തിത്വങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. തൊഴിൽ മേഖലയിലായാലും അതുപോലെ തന്നെ സ്വന്തമായി വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്നവരായാലും സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവരായാലും സാഹിത്യ മേഖലയിലും ധാരാളം സ്ത്രീകൾ ഇന്ന് ഈ മേഖലയിലുണ്ട്. പക്ഷെ അവരിൽ നിന്നൊരാളെ ഓരോ വർഷവും കണ്ടുപിടിക്കുക എന്നുള്ള ബുദ്ധിമുട്ടേറിയ ടാസ്ക് പൂർത്തീകരിക്കുന്നത് ഡോക്ടർ ആർ അനിൽകുമാറും ഡോക്ടർ പി മധുസൂദനം പിള്ളയും ഡോക്ടർ പി സീമയും ചേരുന്ന അവാർഡിംഗ് കമ്മിറ്റിയാണ് ഈ വ്യക്തിത്വം ഓരോ വർഷവും കണ്ടുപിടിക്കുന്നത്. ഈ വർഷത്തെ ജോബ് ഡേ ഫൗണ്ടേഷൻ വ്യക്തിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന കർത്തവ്യം. ഈ വർഷം ജോബ് ഡേ ഫൗണ്ടേഷൻ്റെ അവാർഡ് കിട്ടിയിരിക്കുന്ന ഡോക്ടർ ഉഷ രാജാ വാര്യർക്കാണ്. ടീച്ചറെ നമുക്കറിയാം, ഇവിടെയൊക്കെ ധാരാളം നമ്മുടെ കൂടെ വന്നിട്ടുള്ളതാണ്. ടീച്ചറിൻ്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷേ അതിനെല്ലാം ഉപരിയായി സാഹിത്യ ലോകത്ത് ടീച്ചർ ചെയ്തിട്ടുള്ള സംഭാവനകൾ എന്തെന്നുള്ളത് കണക്കിലെടുത്താണ് ഈ വർഷം ജോബ് ഡേ ഫൗണ്ടേഷൻ ടീച്ചറിനെ ഈ അവാർഡിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 25,000 രൂപയും ഫലകവുമാണ് അവാർഡായി കൊടുക്കുന്നത്. ടീച്ചറിനെ പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, ദീർഘമായല്ല, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. കാര്യം ടീച്ചറിൻ്റെ ബയോഡേറ്റ നോക്കുമ്പോൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും അല്ല എന്നറിയാം. അത്രമാത്രം കഴിവുകളുള്ള വ്യക്തിത്വമാണ്. എന്നാലും ടീച്ചറിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ടീച്ചറിൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഗ്രന്ഥം എന്ന് പറയുന്നത് നാട്യവിജ്ഞാന കോശമാണ്. അത് രചിക്കുക വഴി ഡോക്ടർ ഉഷ രാജാ വാര്യർ കേരളത്തിലെ എന്ന് മാത്രമല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാ എൻസൈക്ലോപീഡിസ്റ്റായി. ഒരു വനിത ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു എൻസൈക്ലോപീഡിയ തയ്യാറാക്കുക എന്നുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടത്. സംസ്കൃത ഭാഷയിൽ MA, B.Ed, MPhil, PhD, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ MA, സംഗീതത്തിൽ MA എന്നിവ നേടിയിട്ടുള്ള ഈ അധ്യാപികയ്ക്ക് നാദസങ്കല്പത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ളത്. വിവിധ കൃതികളെക്കുറിച്ചുള്ള പഠനം, 10ലധികം ഗ്രന്ഥങ്ങളുടെ എഡിറ്റിംഗ്, കാവാലം നാരായണ പെരിങ്കയുടെ 4 നാടകങ്ങളുടെ സംസ്കൃത വിവർത്തനം, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെയും മറ്റ് നാടകത്തിൻ്റെയും സംസ്കൃത വിവർത്തനം, രംഗകലാ സംബന്ധിയായ 100 ലേഖനങ്ങൾ എന്നിവ ടീച്ചറിൻ്റേതായിട്ടുണ്ട്. സാഹിത്യ മേഖലയിൽ വളരെയധികം സംഭാവനകളാണ് ഉഷ രാജാ വാര്യർ നമുക്ക് നൽകിയിട്ടുള്ളത്. രംഗകലാ നിരൂപക, കർണാടക സംഗീതജ്ഞ, മ്യൂസിക്കോളജിസ്റ്റ്, കോറിയോഗ്രാഫർ തുടങ്ങിയ മേഖലയിലും വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, ഗവൺമെൻറ് വിമൻസ് കോളേജ് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഡോക്ടർ ഉഷ രാജാ വാര്യർ ഇപ്പോൾ കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ സംസ്കൃത വിഭാഗം പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. ഡോക്ടർ ഉഷ രാജാ വാര്യർ മാഡത്തിൻ്റെ ഭർത്താവിനെയും നമുക്കറിയാവുന്നതാണ്. ഡോക്ടർ രാജാ വാര്യർ രണ്ടുപേരും സാഹിത്യ സാംസ്കാരിക ലോകത്തിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്.
മോളും ഇവിടെ എത്തിയിട്ടുണ്ട്. മോളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും വലിയ ഒരു സന്തോഷം, ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. ആ ദിവസമാണ് ടീച്ചറിന് ഈ അവാർഡ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളതാണ് ഇരട്ടി സന്തോഷമായി ടീച്ചർ ചൂണ്ടിക്കാണിച്ചത്. ഈ ചടങ്ങിലേക്ക് ടീച്ചറിനെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും ഈ അവാർഡ് കൈമാറുന്നതിനുമായി നമ്മുടെ പ്രിയങ്കരനായ എം എ ഹസൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ പ്രൊഫസർ ജി ബാലചന്ദ്രൻ, BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ, ഇന്ന് നമ്മൾ ജോബ് ഡേ ആചരിക്കുന്ന ഷീല ടീച്ചറുടെ ചരമവാർഷികം ആചരിക്കുന്ന ദിവസം ഈ ചടങ്ങിൽ യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഈ ചടങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ശ്രീ BS ബാലചന്ദ്രനാണ്. എൻ്റെ ആത്മമിത്രമായ ശ്രീ BS ബാലചന്ദ്രൻ, അവാർഡ് ജേതാവായ ഡോക്ടർ രാജാ വാര്യർ, ഉഷാ വാര്യർ, രാജാ വാര്യർ ഭർത്താവിൻ്റെ പേരാണ്, സോറി, ഡോക്ടർ ഉഷാ വാര്യർ, ശ്രീ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ബാലചന്ദ്രൻ്റെ പ്രിയപുത്രി ശ്രീമതി BS ശ്രീലക്ഷ്മി, ശ്രീമതി ജയ ശ്രീകുമാർ, ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, സദസ്സിൽ ഒരുപാട് പ്രമുഖ വ്യക്തികളുണ്ട്, ചെറിയ ഫിലിപ്പും അതുപോലുള്ള നിരവധി ഞങ്ങളുടെ എല്ലാം അഭ്യുദയകാംക്ഷയായിട്ടുള്ള ഇക്ബാൽ സാറ്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, ഇന്ന് ഷീല ടീച്ചറിൻ്റെ 15ാം ഓർമ്മ ദിനമാണ്. ചരമവാർഷികം, എല്ലാ ചരമവാർഷികത്തിലും അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ അനുസ്മരണ സമ്മേളനങ്ങളിൽ, എല്ലാ സമ്മേളനങ്ങളിലും, 1-2 സമ്മേളനങ്ങൾ ഞാൻ സ്ഥലത്തില്ലാത്ത അവസരത്തിൽ ഒഴിച്ച് എല്ലാ സമ്മേളനങ്ങളിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഷീല ടീച്ചർ, ശ്രീ ബാലചന്ദ്രനെ ഞാൻ ആത്മമിത്രമാണെന്ന് പറഞ്ഞതുപോലെ ഷീല ടീച്ചറിനെ ഒരു കുടുംബാംഗമായിട്ടാണ് ഞാൻ അവരുടെ ഈ ആദരവ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം 15 വർഷം മുമ്പ് അവർക്ക് രോഗം വന്ന് ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ചികിത്സാ സംവിധാനങ്ങൾക്കും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത അവസരത്തിൽ, അവർ അന്ന് നമ്മെ വിട്ടു പോകുന്ന അവസരത്തിൽ ഞങ്ങളെല്ലാവരും അവരോട് ഒപ്പമുണ്ടായിരുന്നു. അന്ന് ഏത് മരണവും ഭർത്താവിനും കുടുംബത്തിനും താങ്ങാനാവാത്തതാണ്. പക്ഷേ ശ്രീ ബാലചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേർപാട് അദ്ദേഹത്തിന് താങ്ങാനാവുന്നതിനപ്പുറമുള്ള ഒരു ദുഃഖമാണ് അദ്ദേഹത്തിനുണ്ടാക്കി. അതിന് കാരണം ജീവിത സഖി എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ശ്രീ ഗോപൻ BSSൻ്റെ വളർച്ചയും പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു, BSSൻ്റെ ബഹുമുഖമായ പരിപാടികളെക്കുറിച്ച് പറഞ്ഞു, അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ തമ്പാൻ സാറ് BSSനുണ്ടായ വളർച്ച അനുസ്മരിച്ചു. അദ്ദേഹം ചെന്നൈയിൽ പോയപ്പോൾ കണ്ട കാഴ്ച, BSSനെ ഈ നിലയിലേക്ക് വളർത്തുന്നതിൽ നേതൃത്വം നൽകിയത് ബാലചന്ദ്രനാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ശക്തി, ബാലചന്ദ്രൻ്റെ പ്രയത്നങ്ങളുടെ പിന്നിലുള്ള ശക്തി ഷീല ടീച്ചറായി. എല്ലാ പുരുഷൻ്റെയും ഉയർച്ചയുടെ മുമ്പിൽ പിന്നിലൊരു സ്ത്രീ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ഇത് വെറും ഒരു ശക്തിയായിട്ടല്ല, ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ സംഘാടകയായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് തൊഴിൽ പരിശീലനം നൽകുന്ന BSSൻ്റെ പ്രധാന പ്രവർത്തനം കേരളത്തിൽ ധാരാളം സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും BSS നടത്തിയ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അതിൻ്റെ നേട്ടങ്ങളുമാണ് ഇവിടെ പലരും പരാമർശിച്ചത്. അതിനെല്ലാം നേതൃത്വം നൽകിയത് ഷീല ടീച്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും അവർ വഹിച്ചിട്ടുള്ള പങ്ക്. അതുകൊണ്ടാണ് അവരുടെ ഓർമ്മ ദിനം. ഞാൻ ആദ്യത്തെ ഈ ജോബ് ഡേ ആരംഭിക്കുമ്പോൾ ആ ചർച്ചകളിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. അവരുടെ ഓർമ്മ ദിനത്തിന് എന്താണ് ഒരു പേര് കൊടുക്കേണ്ടത് എന്നെല്ലാവരും ആലോചിച്ചപ്പോൾ അവർ ജീവിതകാലം മുഴുവനും പ്രയത്നിച്ചത് തൊഴിൽ പരിശീലനത്തിന് BSSനെ സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങൾക്കായിരുന്നു.
നല്ലൊരു സംഘാടക, നല്ലൊരു അധ്യാപിക, അതോടൊപ്പം തന്നെ BSSൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തി. അതുകൊണ്ടാണ് ഈ ദിവസം ജോബ് ഡേ. ആ ജോബ് ഡേയിൽ ഒരു വനിതയ്ക്ക്, വനിതാ സംരംഭകയോ വനിതാ സാഹിത്യകാരിയോ സാമൂഹ്യ പ്രവർത്തകയോ ആയിട്ടുള്ള ആളിന് അവരുടെ ഓർമ്മ നിലനിർത്താൻ ജോബ് ഡേ ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഇന്ന് ഡോക്ടർ ഉഷാ വാര്യർക്ക് നൽകുന്ന അവാർഡ് കഴിഞ്ഞ വർഷങ്ങളിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വളരെയധികം സംഭാവനകൾ നൽകിയ പ്രഗത്ഭരായിട്ടുള്ള നിരവധി വനിതകൾക്ക് നൽകിയിട്ടുണ്ട്. ആ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ന് തീർച്ചയായിട്ടും വളരെ എല്ലാ അവാർഡുകളും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അർഹരായ ആളുകൾക്കാണ് കൊടുത്തത്. ഇന്നിപ്പോൾ സാഹിത്യ രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ വളരെ വലിയ സംഭാവന നൽകിയ ഡോക്ടർ ഉഷാ വാര്യർ ഒരു ഒന്നാം തരം അധ്യാപികയാണ്. അതുകൊണ്ട് ഈ അവാർഡിന് അവർക്കുള്ള അർഹത ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഈ അവാർഡ് ജേതാവിനെ ഞാൻ ആദ്യം തന്നെ ഹാർദമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. BSSൻ്റെ വളർച്ചയും പുരോഗതിയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തമ്പാൻ സാർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്ന് BSS വളർന്ന് വലുതായി ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ. ബാലചന്ദ്രൻ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം BSSന് മാത്രമല്ല, ഞാനും അദ്ദേഹവും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ജനശ്രീ. അതും 10-18 വർഷം പിന്നിട്ടിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. അതിന് പുറമേ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ട്. അതിലെല്ലാം പ്രവർത്തിക്കുന്ന ആളുകളും കൂടി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ എല്ലാത്തിലും അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെല്ലാം സമൂഹത്തിന് ഇതെങ്ങനെ നന്മ ഉണ്ടാക്കണം, നമ്മുടെ വ്യക്തികൾക്ക് ഇതെങ്ങനെ അവരുടെ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കാൻ ഉപകരിക്കണം. അതാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും. ആ പ്രസ്ഥാനങ്ങളെല്ലാം നോക്കി നടത്തുന്നതിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് ഇവിടെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ കൂട്ടത്തിൽ തമ്പാൻ സാർ പറഞ്ഞു, ചെന്നൈയിൽ പോയപ്പോൾ വലിയ കെട്ടിടം കണ്ടു, ഇവിടെ എന്താ കെട്ടിടം കെട്ടാത്തത് എന്ന് ബാലേന്ദ്രനോട് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങൾ അസൂയാലുക്കളെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ശരിയാ, പക്ഷേ കെട്ടിടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കെട്ടിടം മണ്ണിലും കല്ലിലും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന കെട്ടിടങ്ങളല്ലേ. ഈ ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ നിശബ്ദമായ പ്രവർത്തനവും സേവനവുമാണ് നടത്തുന്നതെങ്കിലും അതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഇന്നല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യപ്പെടും. അതിൽ യാതൊരു സംശയവുമില്ല. അതിനെല്ലാം പുറമെയാണ് ബാലേന്ദ്രൻ്റെ സമയം എത്രമാത്രം നന്നായിട്ട് അദ്ദേഹം വിനിയോഗിക്കുന്നു എന്ന് എനിക്കറിയാം. കാലത്തെ 10 മണിക്ക് വച്ച യോഗത്തിൽ അദ്ദേഹം എത്തുന്നതിൽ അല്പം ഒരു കാലതാമസം വരുത്തുമെങ്കിലും ടൈം മാനേജ്മെൻറ്റ് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളിൽ കാലത്തെല്ലാം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം താമസിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ ഇതിനെല്ലാം ഇടയിൽ അദ്ദേഹം നമ്മുടെ ഇതിഹാസ ഗ്രന്ഥമായ രാമായണം, അദ്ദേഹത്തിൻ്റേതായ ഒരു പുസ്തകം അദ്ദേഹം, ഞാൻ ചോദിച്ചു എവിടെ നിന്ന് സമയം കിട്ടി? 10,000 പേജുള്ള രാമായണം അദ്ദേഹം എഴുതി കഴിഞ്ഞു. അതിനി പുറത്തു വരുമ്പോഴാണ് ആ ബാലചന്ദ്രൻ്റെ ആ സൃഷ്ടിയെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റേതായ കാഴ്ചപ്പാടും പ്രത്യേകതകളും ഒക്കെ രാമായണത്തിൻ്റെ രചനയിലുണ്ട്. അതൊന്നും ഇപ്പം ഞാൻ ചർച്ച ചെയ്യാറില്ല. അതിനുശേഷം അദ്ദേഹം വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥത്തിൻ്റെ രചന തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ മഹാനായ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് അദ്ദേഹം പുസ്തകം എഴുതുന്നു. ഇതെല്ലാം പഠിച്ച് വളരെയധികം ഗ്രഹപാഠം നടത്തി എഴുതുന്നതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കും ഇതിനൊക്കെ എവിടെ നിന്ന് സമയം കിട്ടുന്നു? ഈ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിലും അദ്ദേഹം ഒന്നിലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ യാതൊരു കൃത്യവിലോപവും കാണിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും BSSൻ്റെ നേട്ടങ്ങളെ, അതിൻ്റെ പുരോഗതിയെ, അതിന് നേതൃത്വം നൽകുന്ന ബാലചന്ദ്രൻ നടത്തുന്ന എല്ലാ വൈവിധ്യമാർന്ന പ്രസ്ഥാനങ്ങളെ, അതിലൂടെ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിന്, നമ്മുടെ കുടുംബങ്ങൾക്ക് എങ്ങനെ ഗുണകരമാവുന്നു എന്നുള്ളതെല്ലാം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്, വിലയിരുത്തപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഷീല ടീച്ചറിൻ്റെ കാര്യത്തെ ഞാൻ പറയുന്നു. അവർ
വാസ്തവത്തിൽ ഈ BSSൻ്റെ വളർച്ചയിൽ അവർ വഹിച്ച പങ്ക് പറയുമ്പോൾ അതിനുവേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഈ നൈപുണ്യ വികസനം ലക്ഷ്യമാക്കി നടത്തുന്ന തൊഴിൽ പരിശീലനത്തിൽ തമ്പാൻ സാറ് പറഞ്ഞത് ശരിയാണ്. കേരളത്തിൽ ഒരു സംഘടന, സർക്കാരിതര സംഘടന എന്ന നിലയ്ക്ക് BSS വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഒന്നും പിന്തുണയും സഹായവും ഒന്നും കാര്യമായി ലഭിക്കുന്നില്ല. അതൊന്നും അവർ അതിൻ്റെ പുറകെ നടന്ന് അവരുടെയൊക്കെ ചെരുപ്പ് തേഞ്ഞതുകൊണ്ട് പിന്നെ അതൊക്കെ അവർ അവസാനിപ്പിച്ചു. പക്ഷേ ആ BSSൻ്റെ കോഴ്സുകൾ ഫ്രാഞ്ചൈസിയിൽ പോയി പരിശീലനം കിട്ടി അത് പാസ്സായ ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ കിട്ടിയിട്ടുണ്ട്. അവർ വളരെ വളരെ വൈവിധ്യമാർന്ന കോഴ്സുകളാണ് ഇവിടെ ഈ പരിശീലനം നേടി അതിൽ പരീക്ഷ പാസ്സായി സർട്ടിഫിക്കറ്റോടുകൂടി വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. വാസ്തവത്തിൽ അത്രയും പേർക്ക് തൊഴിൽ നേടിക്കൊടുക്കുന്ന ഒരു സ്ഥാപനം, സർക്കാർ ഗ്രാൻറ്റും ഒന്നും കൊടുക്കണ്ട, പക്ഷേ ആ കോഴ്സുകൾ ആ പ്രസ്ഥാനത്തിന് അർഹമായ ഒരു പ്രോത്സാഹനം നൽകുന്നതിൽ ഗവൺമെൻറ്റുകൾ വാസ്തവത്തിൽ അവരർഹിക്കുന്ന പരിഗണനയും അംഗീകാരവും നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം. പക്ഷെ ഇതെല്ലാം എന്തിനാണ്? ഈ തൊഴിൽ പരിശീലനം നടത്തുന്നതും അതുപോലുള്ള കോഴ്സുകൾ നടത്തി ഇതുപോലെ ആളുകളെ സജ്ജമാക്കുന്നത് ഓരോ വ്യക്തിക്കും അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കാനാണ്. തമ്പാൻ സാറ് പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായി എല്ലായ്പ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ജോബ് ഡേ ആയതുകൊണ്ട് എല്ലാ ജോബ് ഡേയിലും ഷീല ടീച്ചറുടെ അനുസ്മരണ യോഗങ്ങളിൽ ഞങ്ങളെല്ലാവരും മാറി മാറി പറയുന്നുണ്ട്. പക്ഷെ പ്രസംഗമല്ലാതെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സൃഷ്ടിപരമായ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ ഒരിടത്തും നടക്കുന്നില്ല. ഒരു തൊഴിലിന് വേണ്ടി ഒരു സംരംഭം തുടങ്ങുന്ന ആളുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലം വരെ സംരംഭം തുടങ്ങുന്നത് എന്തോ വലിയൊരു പാവമാണ് എന്നുള്ള മട്ടിലാണ്. അത് ഏത് ഗവൺമെൻറ്റായാലും, ഗവൺമെൻറ് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് ഭരിക്കുന്നത്. അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള അർഹതപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിനെ സമീപിക്കുന്നു അവരോടെല്ലാം ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് വളരെ വളരെ നിഷേധാത്മകമായിട്ടുള്ളത്. അതാണ് ഇങ്ങനെ ഒരു വ്യവസായം തുടങ്ങുന്നത് വലിയ പാപമാണ് എന്നുള്ള മട്ടിലാണ്. നമ്മൾ പണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇതൊക്കെ വരുന്ന ആളുകൾ പരസ്യമായി പറയും, ഞങ്ങളിവിടെ വന്നൊരു നിക്ഷേപം നടത്തുക, ഒരു ലൈസൻസിന് അല്ലെങ്കിൽ ഒരു അംഗീകാരത്തിന് സർക്കാർ ഓഫീസിൽ കയറിയെടുത്ത് അവരുടെ ചോദ്യം കേട്ടാൽ തോന്നും ഞങ്ങൾ കേരളത്തിൽ എന്തോ വലിയ പാപം ചെയ്യാൻ വന്നിരിക്കുന്നു. അങ്ങനെ അവസാനം എന്താണ് സിംഗിൾ വിൻഡോ സിസ്റ്റം ഏർപ്പെടുത്തിയ ഞാൻ കുറേ കാലം ഈ പ്രവാസി മന്ത്രിയായിരുന്നതുകൊണ്ട് ഇപ്പോഴും പ്രവാസികളായിട്ടുള്ള ആളുകൾ വ്യവസായത്തിനൊക്കെ വന്ന് കഷ്ടപ്പെടുമ്പോൾ എന്നെ വന്ന് കാണും. അവസാനം എന്നോടൊരു പ്രവാസി വ്യവസായി ചോദിച്ചു, ഈ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സിംഗിൾ വിൻഡോ വ്യവസായം തുടങ്ങാൻ വരുന്ന ഞങ്ങൾക്ക് മനം മടുത്ത് രക്ഷയില്ലാതെ ഇതിൽ നിന്ന് പിന്മാറാൻ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി കാല് കുഴയുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ചാടാനുള്ള വിൻഡോ ആണോ ഈ സിംഗിൾ വിൻഡോ എന്ന് ചോദിച്ചു. അത്ര തമാശ അവർ പറയുമായിരുന്നു. ഇവിടെ അതല്ല, ഇവിടെ നമ്മുടെ BSSൻ്റെ കോഴ്സുകളിൽ പഠിച്ചു പോകുന്നവർ കേരളത്തിൽ, ഞാനും ബാലേന്ദ്രനും കൂടി ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ പല ആളുകളും പലയിടത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഹോട്ടലിൽ വെച്ചൊക്കെ കാണുമ്പോൾ ചില ആളുകൾ ബാലേന്ദ്രൻ്റെ അടുത്ത് വന്ന് വലിയ ഭവ്യതയോടുകൂടി നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് ഞാൻ BSSൻ്റെ കോഴ്സ് പാസ്സായ ആളാണ്. അപ്പോൾ ചോദിക്കും എവിടാ ജോലി ഗൾഫിൽ ജോലി, പലയിടത്തും ജോലി. അവർക്ക് യഥാർത്ഥത്തിൽ ജോലി കിട്ടാൻ കാരണമായത് BSS. അതാണ് ഈ ജോബ് ഡേ നിങ്ങൾ ആചരിക്കുമ്പോൾ BSSൻ്റെ ഈ സ്ഥാപകരിൽ പ്രധാനിയായിട്ടുള്ള ഷീല ടീച്ചർ BSSലൂടെ നിർവഹിച്ച ഈ തൊഴിൽ പരിശീലന പരിപാടി ഗുണഭോക്താക്കൾ അവരും കൂടി ഈ ജോബ് ഡേ തീർച്ചയായിട്ടും അവരിതറിഞ്ഞാൽ മനസ്സുകൊണ്ട് അവരും ഈ ജോബ് ഡേയിൽ സഹകരിക്കും. ഷീല ടീച്ചർ നല്ലൊരു അധ്യാപികയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ യോഗത്തിലും പറഞ്ഞു, അതിനേക്കാൾ എന്നെ അവരെ ആകർഷിച്ചത് നല്ലൊരു വീട്ടമ്മയാണ്, നല്ലൊരു കുടുംബിനിയാണ്, കുടുംബനാഥയാണ്. എല്ലാ കുടുംബങ്ങളും ആ കുടുംബത്തെ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പിൽ വളർച്ചയിൽ പങ്കുവഹിക്കുന്നത് അമ്മമാരാണ്. അതിലൊരു തർക്കമില്ല. സ്ത്രീയുടെ വ്യത്യസ്ത ഭാവങ്ങളിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ളത് മാതാവ് എന്നുള്ളതാണ്. മക്കളെ വീട് പരിപാലിക്കുക, മക്കളെ വളർത്തുക. ഇന്നിപ്പോൾ അത് പറയാൻ കാരണം
നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞു, പത്രം എടുത്താൽ വായിക്കുന്നത് എന്താ? ഭർത്താവ് ഭാര്യയെ കൊന്നു, ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ചു, അതിന് അയാളെ തിരിച്ചു കൊന്നു. ഇന്ന് കണ്ടു അയൽവക്കത്തൊരു വീട്ടിൽ കയറി ഒരാൾ 3 പേരെ കുത്തിക്കൊന്നു. ഈ കുത്തിക്കൊല്ലലും ആത്മഹത്യയും പിന്നെ എന്താണ് സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ പാമ്പിനെ വിട്ട് കുത്തിച്ച് കൊല്ലലുമൊക്കെയാണ് ഇന്ന് കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുൻപ് ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുടുംബങ്ങൾ എന്താണ് അതിൻ്റെ കാരണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഷീല ടീച്ചറുടെ പങ്കിനെക്കുറിച്ച് പറയാൻ കാരണം, മക്കളെ നന്നായി വളർത്തുക അത് അമ്മമാരുടെ ജോലിയാണ്. നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ യഥാർത്ഥ കുട്ടികളുടെ ആദ്യത്തെ വിദ്യാലയം ഏതാ? വീട് തന്നെയാണ്. അച്ഛനമ്മമാരില്ല കണ്ടാണ് അവർ വളരുന്നത്. ഇന്നിപ്പോൾ കുട്ടികളുടെ ഒരു കാഴ്ചപ്പാട് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം സഹോദരിമാരായതുകൊണ്ട് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇന്ന് കുട്ടികളുടെ ഒരു മനോഭാവം എന്താ? ഞാനും ബാലേന്ദ്രനും കൂടെ യാത്ര ചെയ്യുമ്പോൾ ചില കോളേജ് വിദ്യാർത്ഥിനികളെയൊക്കെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ യോഗത്തിലും പറഞ്ഞുള്ളൂ, അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭാവി ജീവിതം എന്താണ്, എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? അയ്യോ സാറേ, കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, നോ മാരേജ്, നോ ഡെലിവറി, നോ ചൈൽഡ്. ഒരു പുതിയ മുദ്രാവാക്യം പറയുകയാണ് ഒരു കുട്ടി. ഞാൻ അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തിനാണ് അവർ പറയുന്നതിൽ അവരുടേതായിട്ടുള്ള വാദഗതിയുണ്ട്. അപ്പോൾ ഈ പാമ്പിനെ വിട്ട് ഭർത്താവ് കൊല്ലിച്ചതും സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യ നടന്നതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ പറയും. എന്തിനാ സാറേ, നമ്മൾ പരസ്പരം അറിയാത്ത ആളുകളല്ലേ കല്യാണം കഴിക്കുന്നത്? അയാളുമായിട്ട് അതൊരു അടിമത്തത്തിന് ഞങ്ങൾ തയ്യാറില്ല. ഒരു സ്ലേവറിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ കുടുംബജീവിതം. അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ജീവിക്കണം. ഞാൻ എന്ന വ്യക്തിയെ, എൻ്റെ വ്യക്തിത്വത്തെ, എൻ്റെ സ്വാതന്ത്ര്യത്തെ പരിഗണിക്കാത്ത ഒരു ഭർത്താവിൻ്റെ കൂടെ എന്തിനു പോകണം? അച്ഛനും അമ്മയും നിശ്ചയിക്കുന്ന വിവാഹമാണെങ്കിലും ഞാനെന്തിനു പോകണം? അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രേമവിവാഹങ്ങൾ നടക്കുന്നതും അതെ, അത് ശരിയാ, പ്രേമവിവാഹങ്ങളും ഇതുപോലെ സംഭവിക്കുന്നു. അതുകൊണ്ട് ആ കുട്ടി എന്നോട് പറഞ്ഞ അൾട്ടിമേറ്റായിട്ട് ഞാൻ എത്തിയിരിക്കുന്ന ഒരു തീരുമാനം, നോ മാരേജ്, സ്വതന്ത്രമായിട്ട് ജീവിക്കാം. കാരണം ജോലിയുണ്ട്, ഞങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാണ്. എന്തിനാണ് വല്ലവൻ്റെയും അടിമയായിട്ട് അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത്? ഞങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ മാത്രമോ അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കാൻ മാത്രമോ ഉള്ള ആളുകളല്ല ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ. ആ ചിന്താഗതി ഇന്ന് വളരെ അധികം വികസിച്ചിരിക്കുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം ഞാൻ വളരെ ഗൗരവമായി ആലോചിച്ചു. ഞാനും ബാലേന്ദ്രനും പലപ്പോഴും ചർച്ച ചെയ്തു. പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, മൂല്യവത്തായ ഒരു കുടുംബ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ ആരാണ് പങ്കുവഹിക്കേണ്ടത്? അച്ഛനും അമ്മയാണ്, അല്ലേ? അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ സ്കൂളിൽ വിദ്യാഭ്യാസമുണ്ട്, വീട്ടിലുണ്ട്. വീട്ടിലെ മക്കൾ, ഞാൻ എൻ്റെ മോളോട് പലപ്പോഴും അവളെ ശാസിക്കും. കാരണം അവളുടെ കുട്ടികളെ അവർ വല്ലാതെ ശാസിക്കുകയും അവരോട് വളരെയധികം ക്ഷുഭിതയായി സംസാരിക്കും. ഇങ്ങനെ സംസാരിക്കാമോ? കുട്ടികളല്ലേ, പ്രത്യേകിച്ച് അഡോളസെൻ്റ് പീരീഡിലൊക്കെ. അപ്പം മോള് പറഞ്ഞത്, തിരുത്തേണ്ടിടത്ത് തിരുത്തണം. ഇപ്പോൾ അടിക്കാൻ പറ്റൂല, അടിച്ചാൽ അച്ഛനും അമ്മയും അടിച്ചാലും അത് കേസാണ്. അധ്യാപകൻ അടിച്ചാൽ അപ്പം കേസാണ്. ഗൾഫിലാണ് എൻ്റെ മോൾ. അവൾ പറഞ്ഞു, ഒരു ടീച്ചർ അതിനെ ഒരു കുട്ടിക്ക് അടി കൊടുത്തു. ഗൾഫിലൊക്കെ കേസ് വന്നാൽ പിന്നെ അപ്പം അവിടെ നിന്ന് പാക്ക് ചെയ്യിക്കും. അതുകൊണ്ട് അടിക്കാൻ പറ്റില്ല, ഗുണദോഷം വേണം. അപ്പം മോള് പറഞ്ഞത്, അവരെ നമ്മൾ തിരുത്തേണ്ടിടത്ത് തിരുത്തണം, അവരോട് മുഖം മുറിഞ്ഞ് പറയേണ്ടിടത്ത് പറയണം, അവരെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇതാണ് ശരി എന്ന നിലയിൽ വളർന്നു വരികയാണെങ്കിൽ ഭാവിയിൽ അവർ നാളെ ഒരു കുടുംബജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് അപകടം പറ്റും. ഇന്ന് ആ ചിന്താഗതി എത്ര ആളുകൾക്കുണ്ട്. ഞാനൊരു മീറ്റിങ്ങിൽ പറഞ്ഞപ്പോഴാണ് ശ്രീലക്ഷ്മി അന്ന് പറഞ്ഞു, ഞങ്ങളെ കുടുംബത്തിലുള്ളതുപോലെ എല്ലാ വീട്ടിലും അച്ഛനും അമ്മയും, പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് പറഞ്ഞു, അമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ കഴിക്കുമ്പോൾ പരസ്പരം ഞങ്ങൾ സംസാരിക്കും കുടുംബകാര്യങ്ങൾ. അങ്ങനെ ഒരു ഡയലോഗ് ഇപ്പം ഇല്ല. അതുമാത്രമല്ല, ഈ കുട്ടികളെ നമ്മൾ മൂല്യാധിഷ്ഠിതമായി അവരുടെ ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് അവർ പറഞ്ഞ്, പണ്ടൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പോൾ ഒഴിവ് സമയങ്ങൾ മുഴുവനും എല്ലാവരും മൊബൈലിലോ നെറ്റിലുമാണ് ചിലവഴിക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളിലൂടെയാണ് ഇവരുടെ ഓരോ കാഴ്ചപ്പാടുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എൻ്റെ മകളുടെ ഒരു അടുത്ത സുഹൃത്ത്, അവരുടെ സഹോദരി എറണാകുളത്ത് താമസിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആ കുട്ടി ഉൾപ്പെടെ ഒരു 13-14 എൻ്റെ ഗ്രാൻഡ് സൺ ഉൾപ്പെടെ അവരെല്ലാം പിന്നെ ഡൽഹിയിൽ ഒരു സെമിനാറിന് ഒരുമിച്ച് പോയി.
അവരുടെ സ്കൂളിൽ നിന്ന് അയച്ചതാണ്, അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു വ്യക്തിത്വം വികസിപ്പിക്കാൻ. അത് കഴിഞ്ഞ് അവരെല്ലാം കൂടി ഈ മക്കയിൽ ഉംറ, അവരുടെ ഒരു ഖുർആൻ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു 10-30 പേര് പോയി തിരിച്ചു വന്ന് 2 ആഴ്ച കഴിഞ്ഞു. 2 ദിവസം മുമ്പ് മകൾ എന്നെ വിളിച്ച് പറയുക, എറണാകുളത്തുള്ള ആ മകളുടെ ഫ്രണ്ടിൻ്റെ സഹോദരിയുടെ മകൻ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. എറണാകുളത്തെ ഒരു ഫ്ലാറ്റിൽ 26ാമത്തെ നിലയിൽ നിന്നുകൊണ്ട്, നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ആ കുട്ടി അമ്മയോട് സംസാരിച്ചു കൊണ്ട് നിന്ന ആ മൊബൈൽ സംഭാഷണം ഇടയ്ക്ക് നിന്നുപോയി. 26ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി. ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു, അപകടമാണ്? ഇല്ല, ഡെലിബറേറ്റായിട്ട് ചാടാൻ തീരുമാനിച്ച് ചാടിയതാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്താ കാരണമെന്ന് ഇപ്പോഴും അവർക്ക് മാതാപിതാക്കൾ ആലോചിച്ച് നോക്കണം. 26ാമത് 20 അടി മുകളിൽ നിന്ന് താഴെ വീണ ഉഷ, നമ്മുടെ ഉമാ തോമസ്, ഇപ്പോഴും അവർക്ക് ജീവൻ അവർക്ക് സുഖം ഭേദമായിട്ടില്ല. 26ാമത്തെ നിലയിൽ നിന്നൊരു കുട്ടി ആത്മഹത്യ ചെയ്യാനല്ലാതെ പിന്നെ അമ്മയെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മ പുറത്ത് ഷോപ്പിങ്ങിന് പോയതാണ്. അപ്പോൾ ഇവരുടെ മനസ്സിൽ നടക്കുന്ന ഈ ചിന്തകൾ, അവരുടെ മാനസിക നില, ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. എന്തെല്ലാമോ ടെൻഷൻ കാണും. ഞാൻ മോളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. കുറച്ച് മുമ്പ് ആ ടീച്ചർ വിളിച്ച് ആ കുട്ടിയെ വളരെ കർശനമായി ശാസിച്ചു, സ്കൂളിലെ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി. മാതാപിതാക്കളുമായി നല്ല റിലേഷനാണ്. അപ്പോൾ ഇതൊന്നും ആദ്യം നമ്മൾ കുട്ടികളെ ആത്മഹത്യ തെറ്റാണെന്ന് പഠിപ്പിക്കണമെന്നല്ല, ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ്, ആ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം മൂല്യങ്ങളാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. നമ്മളിപ്പോൾ അച്ചടക്കം, അതുപോലെ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കില്ലേ. അതുകൊണ്ട് ഈ ആത്മഹത്യയും അതുപോലുള്ള അതിക്രമങ്ങളിലേക്കും കുട്ടികൾ പോകാൻ അവരുടെ മാനസികമായ വ്യഥയും വ്യാപാരവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഷീല ടീച്ചർ 2 മക്കളല്ലേ ഉള്ളൂ, 2 പേരെയും നന്നായി വളർത്തി അല്ലേ. അവരുടെ കാലശേഷം അവർ നല്ല കുടുംബജീവിതം നയിക്കുന്നു. ആ മക്കൾ അച്ഛനെയും അമ്മയും, ഞാനും ഒരു അച്ഛനാണ്, നമ്മളാരും ബാലചന്ദ്രനും മക്കളെ വളർന്നു വരുന്നതിൽ നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കാനാണ്. പക്ഷേ വളരെ സൂക്ഷ്മമായി മക്കളെ വളർത്തുന്നതിൽ അവരുടെ ശ്രദ്ധ, അവർ പകർന്നു കൊടുത്ത ആ ഒരു മൂല്യബോധം, അതൊക്കെയാണ് ഇപ്പോൾ ബാലചന്ദ്രൻ്റെ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. ഞാനത് എല്ലായിടത്തും നടക്കുന്നുണ്ടെന്നല്ല, ഷീല ടീച്ചറെ ഓർമ്മിക്കുമ്പോൾ, അവരെ എന്തിൻ്റെ പേരിൽ നമ്മൾ ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ, എനിക്ക് ഇന്നലെയും ഇന്നും ചിന്തിച്ചപ്പോൾ തോന്നിയത് ഇതാണ്: ഒരു നല്ല കുടുംബിനി, ഒരമ്മയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. അവരൊരു ഭാര്യ എന്നുള്ള നിലയിൽ ഭർത്താവിൻ്റെ സംരംഭത്തിന് അവർ നൽകിയിട്ടുള്ള പിന്തുണയെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞു വന്നത്. അമ്മ എന്ന നിലയിൽ ആ കുടുംബത്തെ രൂപപ്പെടുത്തുന്നതിൽ അവർ വഹിച്ച പങ്ക്, അത് തീർച്ചയായിട്ടും അവരെ ഓർമ്മിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ നിങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ടാവും, എന്നാലും നമുക്കെല്ലാം അനുകരിക്കാവുന്ന ഒരു വലിയ ഒരു സ്വഭാവ വിശേഷമാണ് ഷീല ടീച്ചറുടേത് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട്, അവരുടെ ഓർമ്മ നിലനിർത്താൻ നടത്തുന്ന ഈ ജോബിടെയും അവരുടെ പേരിലുള്ള അവാർഡും എല്ലാ കാലത്തും നിങ്ങൾക്ക് തുടരാൻ, BSSന് തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള ആളുകൾ, ഞങ്ങളെല്ലാം എന്നെ ഈ പരിപാടിയിലെല്ലാം വിളിക്കാറുണ്ട്. വിളിച്ചില്ലെങ്കിലും ഞാൻ വരാൻ നിർബന്ധിതരാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബാംഗത്തെ പോലെ ഞാൻ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ആത്മമിത്രമായ ബാലചന്ദ്രൻ്റെ പ്രിയ പത്നി ഷീല ടീച്ചർ. അതുകൊണ്ട് അവരുടെ ആ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ജോബ് ഡേ ഫൗണ്ടേഷൻ്റെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. വളരെ വളരെ അഭിമാനത്തോടു കൂടി തന്നെ അവരുടെ പേരിലുള്ള ഈ ജോബ് ഡേ ഫൗണ്ടേഷൻ്റെ അവാർഡ് ഡോക്ടർ ഉഷ വാര്യർക്ക് ഞാൻ സമ്മാനിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. നേരത്തെ പറഞ്ഞതുപോലെ 25,000 രൂപയും ഫലകവുമാണ് അവാർഡായി നൽകുന്നത്. അടുത്തായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി പ്രൊഫസർ ജി ബാലേന്ദ്ര സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹിതരെ,
ശ്രീമതി ഷീലയുടെയും ജോബ് ഡേയുടെയും ഒരു പുരസ്കാരം ഉഷ രാജാ വാര്യർക്ക് സമ്മാനിച്ച് കഴിഞ്ഞ ഒരു സന്തോഷ മുഹൂർത്തത്തിലാണ് ഞാൻ പ്രസംഗം ആരംഭിക്കുന്നത്. BS ബാലചന്ദ്രൻ ഇവിടെ ഇരിപ്പുണ്ട്. ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ വന്നു. പിന്നെ ഗോപകുമാർ, ശ്രീമതി ജയ, ഉദ്ഘാടകൻ ആയ ഏറ്റവും പ്രസിദ്ധനായ ശ്രീ MM ഹസൻ, ശ്രീമതി ശ്രീലക്ഷ്മി, ശ്രീമതി ഉഷ രാജാ വാര്യർ, മഞ്ജു, ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്കറിയാം, പേരെടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ തമ്പാനും ഹസനുമൊക്കെ ഇന്നത്തെ പ്രത്യേകതകളെക്കുറിച്ചും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. ഷീലയെ വർഷങ്ങളായി ഞങ്ങൾ കുടുംബപരമായി അടുത്ത് ബന്ധിച്ചവരാണ്. ഒരു സഹോദരിക്ക് തുല്യമായി, സഹോദരിക്ക് തുല്യമായി എന്ന് പറയുമ്പോൾ ആ തുല്യത വേണ്ട, സഹോദരിയായി കാണുകയും മിക്കവാറുമുള്ള ദിവസങ്ങളിൽ എനിക്കും എൻ്റെ സഹധർമ്മിണിക്കും സൗകര്യം കിട്ടുന്ന വേളയിലൊക്കെ വന്ന് ഷീലയുമായി കാണുകയും ആതിഥ്യം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 50 വയസ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് യൗവനത്തിൻ്റെ, എന്നാൽ ജീവിതത്തിൻ്റെ ഒരു കുതിപ്പിലേക്ക് വരുന്ന ഒരു പ്രായമാണ്. ആ പ്രായത്തിലാണ് ഷീല ടീച്ചർ നമ്മെ വിട്ടുപോയത്. ശ്രീ ബാലചന്ദ്രൻ എൻ്റെ ഒരു സുഹൃത്താണ്. പക്ഷെ ബാലചന്ദ്രൻ്റെയൊക്കെ ഈ വളർച്ചയുടെ പിന്നിൽ, ഒരു പുരുഷൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയുന്നത് പോലെ അല്ല, ബാലചന്ദ്രൻ്റെയും BSSൻ്റെയും വളർച്ചയുടെ പിന്നിൽ ഏറ്റവും കൂടുതൽ അസ്ഥിവാരമിട്ട ഒരു പ്രചോദന കേന്ദ്രമായി നിന്നത് ഷീലയാണ്. ഏതു കാര്യത്തിലും ഷീലയ്ക്ക് ഒരു ഉന്നമുണ്ട്. ഷീല പഠിക്കുന്ന കാലത്ത് തന്നെ അല്പം ഒരു നേതൃത്വ പരിശീലനം കിട്ടിയതാണ്. മോണിറ്ററായിരുന്നു സ്കൂളിൽ. അത് കഴിഞ്ഞ് പഠിച്ചു, ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് പോയി പഠിക്കാൻ, തയ്യലിലേക്ക് പോയി. അപ്പോൾ ഷീലയുടെ ജീവിത ചരിത്രം സംഭവബഹുലമാണ്. പിന്നെ ഇന്ന് ഇവിടെ ആചരിക്കുന്ന ജോബ് ഡേ എന്തുകൊണ്ടും പ്രസക്തമാണ്. MD മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നൊരു ചൊല്ലുണ്ട്. ശൂന്യ ഹൃദയം സാത്താൻ്റെ മൂശയാണ്. എന്തുകൊണ്ടാണ് ഈ വൈകൃതങ്ങളും ഈ ആത്മഹത്യകളും കൊലപാതകങ്ങളും നടത്തുന്നത് എന്ന് ഞാനൊന്ന് വിശകലനം ചെയ്തു. തൊഴിലില്ലായ്മയുടെ ഏറ്റവും വലിയ ദുരന്ത ഫലമാണ് സംഭവിക്കുന്നത്. തൊഴിലില്ലായ്മയുടെ ദുരന്തഫലം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ തൊഴിലില്ലാത്തതുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ചില കുമാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ചില അപകടങ്ങൾ. അപ്പോൾ അതിന് ഇടയാക്കുന്ന സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി BSS ആവിഷ്കരിച്ച ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അതും അനൗപചാരിക വിദ്യാഭ്യാസം ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും വലിയ ഒരു മാതൃകയാണ്. നമുക്കറിയാം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ലോകത്തിന് സംഭാവന ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. ആ ഗാന്ധിയുടെ ചുവടടികളെ
അനുസ്മരിച്ചുകൊണ്ടും അനുകരിച്ചുകൊണ്ടും ആവിഷ്കരിച്ച പരിപാടികൾ എത്രയോ വിചിത്ര വിരുദ്ധ കർമ്മമുഖങ്ങളിലൂടെയാണ് കടന്നു വന്നത്. ഇതൊക്കെ ഇന്ന് കാണുന്ന ഈ ഒരു സൗകുമാര്യമുള്ള BSS ഉണ്ടല്ലോ, ആ ഒരു BSS കെട്ടിപ്പടുക്കാൻ ഇവർ ശ്രമിച്ച ഒരു പരിശ്രമത്തിൻ്റെ പിന്നിൽ, അധ്വാനത്തിൻ്റെ പിന്നിൽ എത്രയോ തിക്താനുഭവങ്ങളും അതിനേക്കാൾ അധികമായി കഠിനാനുഭവങ്ങളുമുണ്ട്. പിന്നെ ബാലചന്ദ്രനും ഷീലയും കുഞ്ഞുങ്ങളെ വളർത്തിയത് ഏതാണ്ട് സൗഹൃദമായിട്ടാണ്, സുഹൃത്തുക്കളെ പോലെയാണ്. സത്യത്തിൽ ഷീലയോട് കൂടുതൽ നീതി പുലർത്തിയില്ല BS ബാലചന്ദ്രൻ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്നേഹം കൊണ്ട് മൂടിയെങ്കിലും പലപ്പോഴും ഈ വീട്, കുഞ്ഞുങ്ങൾ, അതും BSSൻ്റെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമൊക്കെ ബാലചന്ദ്രൻ ഷീലയ്ക്ക് വിട്ടുകൊടുത്തു ആദ്യകാലത്ത്. അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു വളർത്തി വലുതാക്കി എന്ന നിസ്സാര കാര്യമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ കണ്ടു, ആലപ്പുഴയിൽ ഒരു ആയുർവേദ ഡോക്ടർ. അപ്പം മകളെവിടെയാണ് എന്ന് ചോദിച്ചു. മകളിപ്പോൾ അമേരിക്കയിലാണ്. എന്ത് ചെയ്യുന്നു? അവിടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തി, വിദ്യാഭ്യാസം കൂടി നടത്തി അവിടെ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞത് എവിടെ പഠിച്ചു ഇത്? അപ്പോഴാണ് പറഞ്ഞത് ഷീലയുടെ ക്ലാസ്സിൽ BSSൽ പഠിച്ചതാണ് ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പ്രസൻ ഇവിടെ സൂചിപ്പിച്ചു. ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഈ വിവിധ കോഴ്സുകളിൽ പഠിച്ച് മിടുക്കന്മാരായവർ അവരുടേതായ കഴിവുകൊണ്ടും ഭാഗ്യം കൊണ്ടും അവർ ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ജീവിച്ച് കടന്നു വരികയാണ്. ഇന്ന് പത്രം എടുത്താലോ, ഇന്നലത്തെ പത്രത്തിൽ ഒരു ജഡ്ജി ഏതാണ്ട് 80-85 ലക്ഷം രൂപ കളഞ്ഞു കുളിച്ചിരിക്കുന്നു. കാരണം കൂടുതൽ മോഹം കൊണ്ട്, കൂടുതൽ ആർത്തി കൊണ്ട് സംഭവിച്ചു പോകുന്ന പിഴവുകളാണത്. തൊഴിൽ കൊടുക്കാൻ, തൊഴിൽ കിട്ടാൻ ലക്ഷങ്ങളാണ് കൊടുക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ആറ്റിങ്ങലിൻ്റെ ഒരു ഡെന്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ മകളുടെ നിർബന്ധം എനിക്ക് കാനഡയിൽ പോയി പഠിക്കണം. അപ്പോൾ കാനഡയിൽ പോയി പഠിക്കുന്നതിന് ചില നിബന്ധനകൾ ചില സംഘാടകർക്കുണ്ട്. അവർ പറഞ്ഞു പഠിപ്പിക്കാം. 45 ലക്ഷം രൂപ കൊടുത്തു. എങ്ങനെയാണ് രൂപയുണ്ടാക്കി? വീട് പണയപ്പെടുത്തിയിട്ട് 45 ലക്ഷം രൂപ കൊടുത്തു. ഞാൻ പറഞ്ഞു ഇനി എത്ര കൊടുക്കണം? ഇനി അവൾ അവിടെ ജോലിയെടുത്ത് ബാക്കി ജീവിതമാർഗം ഉണ്ടാക്കണം. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ, എനിക്കറിയാവുന്നൊരു പോലീസുകാരൻ്റെ മകളെ പുറത്തേക്ക് അയച്ച് അവസാനം അവൾ എല്ലാം കളഞ്ഞ് കുളിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ തൊഴിൽ എന്ന് പറയുന്നത് ഇന്ന് ആളുകളുടെ സ്വപ്നമാണ്. ഈ തൊഴിൽ നേടാൻ വേണ്ടിയുള്ള പഠനം, പണ്ടൊക്കെ ആർട്സ് കോളേജിലായിരുന്നു ആളുകൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ എല്ലാം IT കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. IT പോകുമ്പോൾ അവർക്കെല്ലാം പണി കിട്ടണമെന്നില്ല. ടെക്നോ പാർക്കുകൾ ഉണ്ടാകുന്നു, പലതും ഉണ്ടാകുന്നു. അവരുടെയൊക്കെ സ്ട്രെസ്സ്, തൊഴിലിൻ്റെ അകത്തുണ്ടാകുന്ന സ്ട്രെസ്സ് നിസ്സാരമല്ല. പിന്നീട് ഷീലയും ബാലചന്ദ്രനും ചേർന്ന് നടത്തിയതൊക്കെ ഒരു രാശിയുള്ളവരാണവർ. സ്പർശമണി പോലെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു പ്രവർത്തന പദ്ധതിയോ പ്രവർത്തന രീതിയോ ആയിരുന്നു BSSനുണ്ടായിരുന്നത്. ഇന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ BSS ഉണ്ടല്ലോ, ഇതിൻ്റെ തുടക്കകാലത്ത് ഇതൊരു ഉംബ്രിക്ക സംഘടനയായിരുന്നു. ആർക്കും അറിഞ്ഞുകൂടാത്ത എന്നതല്ല, ചില സ്ലമ്മുകളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു BSS ഇന്നത് മാറി. ഇന്നത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന അതിൻ്റെ പ്രസിഡൻ്റായി ബാലചന്ദ്രൻ നിൽക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം ആ ലാളിത്യം വിട്ടിട്ടില്ല. ഒരു ജീവിതത്തിൻ്റെ ലാളിത്യവും ജീവിതത്തിൻ്റെ പ്രതീക്ഷയുമെന്ന് പറയുന്നത് നിസ്സാരമല്ല. ടാഗോർ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരുത്തൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നടന്ന് പോകുമ്പോൾ അവന് വിശപ്പുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്നതിനിടയിൽ അവൻ്റെ പുറകിൽ
ഒരു കാൽപ്പെരുമാറ്റം. അതാരാണ് എന്ന് നോക്കിയപ്പോൾ ഒരു കരടിയാണ്. വിശന്ന് പൊരിഞ്ഞ കരടി ഇവനെ ഭക്ഷിക്കാനായി കടിക്കാനായി പാഞ്ഞു വരുന്നു. ഇവനെന്ത് ചെയ്തു? പാഞ്ഞു, ഓടി ചെന്നപ്പോൾ രക്ഷപ്പെടാനൊരു മാർഗവുമില്ല, ഒരു പൊട്ടക്കിണർ. ആ പൊട്ടക്കിണറിൻ്റെ കരയിലെത്തി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയപ്പോൾ താഴെ ഒരു മുതല വായും പിളർന്ന് നിൽക്കുകയാണ്. താഴേക്ക് ഏതെങ്കിലും ഒരു തീറ്റി വന്നിട്ട് വേണം അതിനെ തിന്നാൻ. അപ്പോൾ കരടി ഓടി അടുത്തെത്തി ആ കിണറിൻ്റെ കരയിൽ നിന്നുകൊണ്ട് തൻ്റെ ഇര നഷ്ടപ്പെട്ടു പോകുമോ എന്നാലോചിച്ച് നിൽക്കുമ്പോൾ ഈ യാത്രക്കാരൻ അവൻ ഈ ജീവിതത്തിൻ്റെ എല്ലാ വരമ്പുകളും വീർപ്പുമുട്ടി നിൽക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിൻ്റെ ശാഖയിൽ പിടിച്ചു. ആ ശാഖയിൽ പിടിച്ചുകൊണ്ട് ഞാന്ന് കിടന്നിട്ട് ആലോചിക്കുകയാണ്, ഇതിന്ന് കരകയറിയാൽ കരടി, താഴേക്ക് വീണാൽ മുതല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ വിശന്ന് പൊരിയുകയാണ്. അപ്പോൾ താൻ പിടിച്ച വൃക്ഷത്തിൻ്റെ മുകളിലത്തെ ഒരു ശാഖയിൽ വിടർന്നു നിന്ന പൂവിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്ന തേൻതുള്ളികൾ കുടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം ടോൾസ്റ്റോയ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ജീവിതം. ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷകളാണ്, ജീവിതത്തിൽ എപ്പോഴും ആശകളാണ്, ജീവിതത്തിൽ എപ്പോഴും കഠിനമായ തീവ്രമായ ഒരു ലക്ഷ്യബോധമുണ്ടാകും. ആ ലക്ഷ്യബോധമുണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് BSS പുതിയ പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അനൗപചാരിക വിദ്യാഭ്യാസം എത്രയോ തരത്തിലാണ്. എപ്പോഴും ഞാനിവിടെ കടന്നു പോകുമ്പോൾ ആ കോർപ്പറേഷൻ ഹാളിൻ്റെ മുൻപിൽ 2-3-4 പേര് ഇരുന്ന് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 1-2 സ്ത്രീകളുമുണ്ട്. എന്താണെന്നറിയാമോ? അവർക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാനോ ഓൺലൈനിൽ തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ കഴിയുന്നില്ല. അപ്പോൾ ഇത് എഴുതി കൊടുക്കാൻ സ്ത്രീകളിരിക്കുകയാണ്. അവരോട് 10, 15, 20 രൂപയാണ് വാങ്ങുന്നത്. അതുപോലെ തന്നെ ചില അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എത്രയോ തീവട്ടി കൊള്ളയാണ് അവർ നടത്തുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു വില്ലേജ് ഓഫീസിൽ, ഒരു താലൂക്ക് ഓഫീസിൽ, ഒരു കളക്ട്രേറ്റിൽ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ അത് ഓൺലൈനിൽ കൊടുക്കണം. അതറിഞ്ഞുകൂടാത്ത നിരക്ഷര കുക്ഷികളായ കമ്പ്യൂട്ടറിൽ, ഓൺലൈനിൽ നിരക്ഷര കുക്ഷികളായ ആൾക്കാരെ ഇനിയും പഠിപ്പിക്കും എന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അനൗപചാരിക വിദ്യാഭ്യാസത്തിൽ IT മിഷനിലൂടെ അറിയാത്തവരെ പഠിപ്പിക്കാനും അറിയാത്തവർക്ക് ഒരു പുതിയ ലോകം കാണിച്ചു കൊടുക്കാനും ശ്രമിക്കുകയാണ്. പിന്നെ ജീവിതത്തിന് അർത്ഥമുണ്ടോ? എന്താണൊരർത്ഥം? ജനിച്ചാൽ ജീവിക്കണം, മരിക്കും. അപ്പോൾ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ളൊരു ജീവിതത്തിൽ നമ്മൾ ജീവിച്ചേ മതിയാവൂ. ആ ജീവിതം ഹ്രസ്വമാവാം, ദീർഘമാവാം. ഹസൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ചെറുപ്പക്കാരുടെ നാടാണ് എന്ന് പറയുമ്പോൾ തന്നെ വൃദ്ധന്മാരുടെയും നാടാണ്. ഏറ്റവും കൂടുതൽ താരതമ്യപ്പെടുത്തിയാൽ വൃദ്ധന്മാരാണ് കൂടുതൽ. അപ്പോൾ ഈ ഭൗതിക ശക്തി, യുവശക്തിയെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനം ആവിഷ്കരിക്കണം. അതോടൊപ്പം തന്നെ അതിന് ഒരു പുതിയ മുഖം കൊടുക്കണം. ഷീല നിറഞ്ഞു നിൽക്കുകയാണ്. ഷീലയുടെ ജീവിത കഥയിലേക്കൊന്ന് നോക്കുമ്പോൾ അവസാന കാലത്ത് ഇന്ന് ഏറ്റവും വലിയ ഭീകരമായി വളർന്നു വരുന്ന ഒരു രോഗത്തിന് അടിമയായപ്പോൾ പോലും ഞങ്ങൾ ഷീലയെ കാണുമ്പോൾ ഷീല അന്നും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തനിക്ക് വേണ്ടി എന്നതിനേക്കാൾ അധികമായി തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ ഭർത്താവിന് വേണ്ടി എല്ലാ ക്ഷേത്രങ്ങളിലും വഴിപാടുകളും പൊങ്കാലയിട്ടുകൊണ്ടും പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ദുഃഖമല്ല, അതിനേക്കാൾ അധികമായി ഒരു ആത്മീയ പരിവേഷത്തിലൂടെ നിലനിൽക്കണമെന്നൊരു വാശി ഷീലയ്ക്കുണ്ടായിരുന്നു. പിന്നെ മക്കളെയൊക്കെ സുഹൃത്തുക്കളെ പോലെയാണ് വളർത്തിയത്. അടിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല, അടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോഴും നല്ല കുട്ടികളായി ജീവിക്കുന്നത്, അവരുടെ ഭദ്രമായ കുടുംബജീവിതം നയിക്കുന്നത് ഇവരുടെ മാതൃകാപരമായ ശിക്ഷണം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ ജോബ് ഡേ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ
നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ സഹോദരന്മാരെ, സഹോദരിമാരെ എങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു ജീവിതത്തിൻ്റെ പുതിയ പുതിയ രീതികൾ പുഷ്പിക്കുന്നത് പോലെ കണ്ടെത്താൻ കഴിയുന്നത്. ഈ ഭാരത് സമാജ് എത്രയോ ശാഖോപശാഖകളായി വളർന്നു നിൽക്കുന്നൊരു വടവൃക്ഷമാണിപ്പോൾ. എനിക്ക് ശ്രീ ബാലേന്ദ്രനോട് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട്. പല ഫോണുകളും എനിക്ക് വരും, അദ്ദേഹമാണ് ഞാൻ എന്ന് കരുതി. എനിക്ക് വരേണ്ട പല ഫോണുകളും അദ്ദേഹത്തിനും ചെല്ലും. അപ്പോൾ ഒരു 3 ബാലേന്ദ്രന്മാരുടെ ഒരു കൂട്ടുകെട്ട് എൻ്റെ ജീവിതത്തിൽ കുരുങ്ങിക്കിടപ്പുണ്ട്. ഒന്ന് BS ബാലേന്ദ്രൻ, ഒന്ന് ഭൂട്ടാനിൽ ജീവിച്ചു കൊണ്ടിരുന്ന, ഭൂട്ടാനിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് സാഹിത്യകൃതികൾ രചിച്ച ഒരു ബാലേന്ദ്രൻ. ഒരു ദിവസം ആ ബാലേന്ദ്രനെ ഞാൻ യാദൃച്ഛികമായി കണ്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ബാലേന്ദ്ര, എന്നെ ആളുകൾ ഒരു രാഷ്ട്രീയക്കാരനായി കാണുന്നു, എന്താ ഇതിനൊരു മാർഗം? അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ഭൂട്ടാനിലെ ബാലേന്ദ്രനാക്കി കാണിക്കാം, ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ പ്രൊഫസർ എന്ന് കൂടി കാണിക്കാം. അങ്ങനെയാണ് ആ ഒരു പേരിൻ്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ജി തന്നെയാണ്, അതെ അതെ. അപ്പോൾ ഇനിഷ്യൽ കൊണ്ട് അല്പം ഒരു മാറ്റം വരുമെങ്കിൽ പോലും ശ്രീ BS ബാലേന്ദ്രൻ എൻ്റെ ജീവിതത്തിലും ബാലേന്ദ്രൻ്റെ ജീവിതത്തിൽ ഞാനും ഒരുപാട് പങ്കുകളും കൂടുതൽ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട്. ഇന്നും ഇവിടെ ഈ ചടങ്ങ് നിർവഹിക്കുമ്പോൾ എന്നെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഷീലയുടെ കാര്യം അറിയാമല്ലോ എന്ന് ചോദിച്ചു ജയ. കാരണം ഷീലയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ദീർഘമായി ഷീലയെക്കുറിച്ച് സംസാരിക്കാം. ഷീലയുടെ വിദ്യാഭ്യാസ കാലം തൊട്ട് ഷീലയുടെ മരണകാലം വരെയുള്ള ജീവിതത്തെക്കുറിച്ച് 1-2 മണിക്കൂർ പ്രസംഗിച്ചാലും അത് തീരുകയില്ല. ഏതായാലും ഷീലയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ, ഷീലയുടെ ത്യാഗത്തിന് മുന്നിൽ, ഷീലയുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.